أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. നമുക്കെല്ലാവർക്കും അറിയാം, മഹാന്മാരായ ഔലിയാക്കന്മാർ, അതുപോലെ തന്നെ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, ഇവരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില അമാനുഷിക കാര്യങ്ങൾ നമ്മുടെ ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകടമാക്കാറുണ്ട്. അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി മുഅ്ജിസത്ത് എന്നും പറയും, ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അത് കറാമത്ത് എന്നും പറയും. അതൊക്കെ ഖർഖുലിൽ ആദ, സാധാരണ നടക്കുന്ന കാര്യങ്ങളെ ഖർക്ക് ചെയ്യുക, ചില അമാനുഷികമായ കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ അത് കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ കറാമത്ത് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഒരുപാട് ആയത്തുകളുണ്ട്, തെളിവുകളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഔലിയാക്കന്മാരെ കറാമത്തും അമ്പിയാക്കന്മാരെ മുഅ്ജിസത്തും. ഇത് ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ടാകുമെന്നും അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം ഒരു തർക്കവും മുസ്ലിം ലോകത്തില്ല. ആരും തന്നെ തർക്കം പറയാറില്ല. ഇങ്ങനെ തർക്കം പറയുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്ന് ചിഹ്നമായി, ഇസ്ലാമിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുന്ന ആളുകൾക്കാണ് എന്നതിൽ ഒരു സംശയം ആർക്കുമില്ല. പക്ഷെ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേരളത്തിലെ തലപൊക്കിയ ചില പുത്തൻ ആശയക്കാർ, ചില പുത്തൻ ആശയക്കാർ, നവീനവാദികളായ വഹാബികളും മുജാഹിദ്, തബ്ലീഗ്, ഖാദിയാനി പോലെയുള്ള ആളുകൾ, ഇവരുടെ ആശയങ്ങൾ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഖണ്ഡനമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സഹോദരന്മാരെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്തും ഔലിയാക്കന്മാർക്ക് കറാമത്തും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ പണ്ഡിത ലോകത്തും ആർക്കും സംശയമില്ല. മുസ്ലിം ലോകം അത് അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ അടുത്ത കാലത്ത് ചില വഹാബികൾ പറയുന്നൊരു സ്വഭാവമാണ് ഔലിയാക്കന്മാരുടെ കറാമത്തും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തൊക്കെ അവരുടെ മരണത്തോടുകൂടെ മുറിഞ്ഞു എന്ന് വാദം. ഈ വാദം ശരിയല്ല. ഇത് ഗണ്ണിക്കലാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ശരിക്കും മനസ്സിലാക്കണം നമ്മളൊക്കെ. പുത്തൻവാദികൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ ഇസ്ലാമിക വിരുദ്ധമാണ്. ഒരു പ്രാമാണിക പിൻബലവുമില്ലാത്ത കാര്യങ്ങളാണ് ആ വഹാബികളും പുത്തനാശയക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ക്ലിപ്പ് കാണിക്കാൻ പോവുകയാണ്. ഒരു പുത്തനാശയക്കാരനായ വഹാബി അല്ലെങ്കിൽ ഒരു പുത്തനാശയക്കാരുടെ ആശയങ്ങൾ പേര് നടക്കുന്ന ഒരു മൗലവി. ആ മൗലവി പറയുന്നത് എന്താണ്? ഔലിയാക്കന്മാരെ കറാമത്ത് അത് മരണത്തോടുകൂടെ മുറിഞ്ഞു എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഔലിയാക്കന്മാർക്ക് കറാമത്ത് ഉണ്ടാവുകയില്ല, അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്ത് ഉണ്ടാവുകയില്ല എന്നും ഈ മൗലവി പറയുകയാണ്. അമ്പിയാക്കന്മാരെ മുഅ്ജിസത്തൊക്കെ മുറിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. എത്ര അർത്ഥശൂന്യമായ വാക്കുകളാണ് പറയുന്നത്. ഖുർആനോ ഹദീസോ പഠിക്കുകയില്ല. അതിന് പുറമെ സ്വാലിഹീങ്ങളുടെയും അതുപോലെ തന്നെ ഇമാമികളുടെ കിതാബ് പൂർണ്ണമായി പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ സാധാരണക്കാരുടെ ഈമാൻ കാർന്ന് തിന്നുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഈമാനെ നശിപ്പിക്കാൻ വേണ്ടി പുത്തനാശയങ്ങൾ കടന്നു കയറ്റാൻ, പുത്തനാശയം പ്രചരിപ്പിക്കാൻ വേണ്ടി, പുത്തൻ വാദങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ മൗലവിമാർ കിണഞ്ഞ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം നമ്മൾ പറയാം. അടുത്ത കാലത്ത് സുന്നി ലാബിൽ പ്രത്യക്ഷപ്പെടുകയും വേഷത്തിലേക്കും സുന്നി ഉലമാക്കന്മാരുടെ വേഷത്തിലേക്ക് ഉണ്ടായിരുന്ന ഒരു മൗലവിയാണ് നസീർ മൗലവി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഇവിടെ പൊളിച്ചടക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരു സലഫി മൗലവിയാണ്, സലഫി ആശയക്കാരനാണ് ഈ നസീർ മൗലവി എന്ന് പറയുന്ന ആൾ. അയാൾ പറയുന്നത് എന്താണ്? അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തും ഔലിയാക്കന്മാരുടെ കറാമത്തും എല്ലാം അത് മരണത്തോടുകൂടെ മുറിഞ്ഞു, മരണശേഷം അവർക്ക് കറാമത്ത് ഉണ്ടാവുകയില്ല. ഇതാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു ക്ലിപ്പ് നമുക്ക് കേട്ട് നോക്കാം. മരിച്ചു കഴിഞ്ഞാലും കറാമത്തും മുഅ്ജിസത്തും ഉണ്ടാകും എന്ന വാദം അശ്അരി പണ്ഡിതന്മാരുടെ കിതാബിൽ പോലും അടിസ്ഥാനമില്ലാത്ത, അവരുടെ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ വാദമാണ്. അബ്ദുൽ ഖാഹിർ ബഗ്ദാദിയുടെ ഉസൂലുദ്ദീൻ, അബുൽ ഖാസിം അൽ ഖുശൈരിയുടെ റിസാൽ അൽ ഖുശൈരിയ, അതിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മരണത്തോടുകൂടി മുറിഞ്ഞു പോകുന്ന ഭൗതിക ജീവിതത്തിൽ മാത്രം നിലനിൽക്കുന്ന ഖർഖുൻ ലിൽ ആദ അഥവാ പതിവിന് വിപരീതമായിട്ടുള്ള പ്രതിഭാസമാകുന്നു കറാമത്ത്. കേട്ടല്ലോ നിങ്ങൾ. ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? മഹാന്മാരായ
ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാർ ഇവരുടെ മുഅ്ജിസത്ത് കറാമത്തുകളെല്ലാം മരണത്തോടുകൂടെ അവസാനിച്ചു, മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല. ഇങ്ങനെയാണ് കറാമത്ത് എന്ന് ഇദ്ദേഹം പറഞ്ഞു. അഹ്ലുസുന്നയുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ് ഇയാൾ അഹ്ലുസുന്ന എന്ന് പറയും. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഇദ്ദേഹം പറയുന്നതാണ് മരണത്തോടുകൂടെ മുറിഞ്ഞുപോയി, അങ്ങനെ മുറിഞ്ഞു പോകുന്ന ഒരു പ്രതിഭാസമാണ് കറാമത്ത്, അതുപോലെ തന്നെ മുഅ്ജിസത്ത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇദ്ദേഹം പറയുന്ന കിതാബ് തന്നെ നോക്കാം. പക്ഷേ അതിനു മുന്നേ ബഹുമാനപ്പെട്ട നമ്മുടെ അശ്അരി പണ്ഡിതന്മാർ അവരൊക്കെ എന്തു പറഞ്ഞു എന്ന് നമുക്ക് നോക്കാമല്ലോ. കറാമത്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഔലിയാക്കന്മാർ, വാലി സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാർക്ക് ഉണ്ടാവുന്ന ഒരു അമാനുഷികമായ സംഗതിയാണ്, പ്രതിഭാസമാണ് കറാമത്ത്. അതിൽ തർക്കമില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്നു മരിച്ചു കഴിഞ്ഞാൽ കറാമത്ത് ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഒന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് നോക്കൂ നിങ്ങൾ, ഒരു അശ്അരി പണ്ഡിതനെ ഞാൻ കൊണ്ടുവരാം. ബഹുമാനപ്പെട്ട ഹിജറ 643 വഫാത്തായി പോയ ബഹുമാനപ്പെട്ട ഇബ്നു സ്വലാഹ് റളിയല്ലാഹു അൻഹു, തഖീദ്ദീൻ അൽ മഅറൂഫ് ബി തഖീദ്ദീനെ പേര് ഇബ്നു സ്വലാഹ് എന്നാണ് അറിയപ്പെടുക. അദ്ദേഹത്തിൻ്റെ ഫതാവ ഇബ്നു സ്വലാഹ്, ആ ഫതാവ ഇബ്നു സ്വലാഹിൽ അദ്ദേഹം പറയുകയാണ്, എന്താ കറാമത്തിനെ പറ്റി പറയുകയാണ്. സ്വലാഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവ ഇബ്നു സ്വലാഹിൽ പറയുന്നു, എന്ത് അമ്പിയാക്കന്മാരെ മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. വ മുഅ്ജിസാതുഹു അൽ മുസ്തനീറ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ, ആ മുഅ്ജിസത്തിനെ പറ്റി പറയുന്നത് ഫ ഇന്നഹാ ലൈസത്ത് മഖ്സൂറതൻ അലാ മാ വുജിദ മിൻഹാ ഫി അസ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രം എത്തിക്കപ്പെട്ട മുഅ്ജിസത്ത് അതിനുമേൽ മാത്രം ക്ലിപ്തമല്ല, മഹ്സൂറല്ല. ഫ ഇന്നഹാ മുഅ്ജിസത്തുകളൊക്കെ ലൈസത്ത് മഹ്സൂറതൻ, അത് ക്ലിപ്തമല്ല, പരിമിതിപ്പെടുത്താൻ കഴിയില്ല. അവിടെ മാത്രമല്ല, എവിടെ അലാമാ വുജിദ മിൻഹാ ഫി അസ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് 63 വർഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ആ ജീവിതകാലത്ത് മാത്രമുണ്ടായ പ്രതിഭാസമാണ്. അവിടെ മാത്രം നമുക്ക് ചുരുക്കാൻ പറ്റുകയില്ല, ക്ലിപ്തപ്പെടുത്താൻ പറ്റില്ല, പരിമിതപ്പെടുത്താൻ പറ്റില്ല. ബൽ എന്നല്ല, ലം തസൽ തതജദ്ദദു ബഅദഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അത് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ലം തസൽ തതജദ്ദദു, ഉണ്ടായിക്കൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞേ. അലാ തആഖിബുൽ ഉസൂർ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലായി? വദാലിക, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നതിന് വ്യക്തമായ തെളിവെന്താണ്? അത് വദാലിക്കത് അന്ന കറാമാത്തിൽ ഔലിയാഇ മിൻ ഉമ്മത്തിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഔലിയാക്കന്മാരുടെ കറാമത്ത് അത് റസൂലുള്ളാഹി തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഉദാഹരണമാണ്. വൈജാബത്തുൽ മുതവസ്സിലിന ബിഹി ഫി ഹവായിജിഹിം, ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന തവസ്സുലാക്കുമ്പോൾ ആ തവസ്സുലിന് സ്വീകാര്യത കിട്ടുന്നുണ്ട്, ഉത്തരം കിട്ടുന്നുണ്ട്. അതും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഇജാബത്ത് മുഅ്ജിസത്തിൻ്റെ ഉദാഹരണമാണ്. വ മഹൂസാത്തിഹിം അഖിബ തവസ്സുലിഹിം ബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ സഹായം തേടുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. വഫി ശദാഇദിഹിം ബറാഹീനു ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാതിഉ വ മുഅ്ജിസാത്തുൻ ലഹു സവാതിഉ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ് ഇതൊക്കെ എന്ന് ഫതാവ ഇബ്നു സ്വലാഹ് ഹിജറ 643 വഫാത്തായ ഇബ്നു സ്വലാഹിൽ കാണാൻ കഴിയും. ഇബ്നു സ്വലാഹ് റളിയല്ലാഹു അൻഹു അടുത്ത ഫതാവ ഇബ്നു സ്വലാഹിൽ പറഞ്ഞത് കാണാൻ കഴിയും. അപ്പം നബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് അത് മുറിഞ്ഞിട്ടില്ല. അശ്അരി പണ്ഡിതനാണ് പറയുന്നത്. ഇനിയും കേൾക്കണം, ഇനി ഒരുപാട് കാണാൻ കഴിയും, ഇനിയുമുണ്ട്. ഇനി നോക്കൂ നിങ്ങളെ, നമുക്കൊക്കെ അറിയാവുന്ന ഒരു കിതാബാണ് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബായ അസ്നൽ മത്താലിബ് എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലും കാര്യം പറയുന്നുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട്, അസ്നൽ മത്താബിൽ പറയുകയാണ്, ഇത് ലഹു മുഅ്ജിസാത്തുൻ നുഖറു ബാഖിയത്തുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവശേഷിക്കുന്ന മുഅ്ജിസാത്ത് വേറെയുമുണ്ട്, ഒരുപാടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണ്, ലാ തഖുമു സഅതു ഹത്താ യുബഅസ ദജ്ജാലുന കദ്ദാബുന ഖരീബുൻ മിൻ 30, ഇങ്ങനെ ഒരുപാട് ഉദാഹരണം പറയും. ഇതൊക്കെ അറിയിക്കുന്ന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് മുറിഞ്ഞിട്ടില്ല, അത് ഇനി ഉണ്ടാകും. വഫാത്തോടുകൂടെ മുഅ്ജിസത്ത് മുറിഞ്ഞു, ഖുർആൻ മാത്രമാണ് ബാക്കിന്ന് ഇദ്ദേഹം പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതിന് മറുപടി പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് മുഅ്ജിസത്ത് മുറിഞ്ഞിട്ടില്ല എന്നിട്ട് പറയുകയാണ്. എന്നിട്ട് മഹാനവറുകളോട് പറയുന്നു, അമിൻഹ മാ യൽഹറു മിൻ കറാമത്തി അഹദിൻ മിൻ ഉമ്മത്തിഹി, അവിടുത്തെ ഉമ്മത്ത്, ആ ഉമ്മത്തിൻ്റെ ഏതെങ്കിലും സ്വാലിഹീങ്ങളെ ആളുകൾപ്പെട്ട് ആർക്കെങ്കിലും കറാമത്ത് ഉണ്ടാകുക എന്നുള്ളത് അത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു കറാമത്ത് ഉണ്ടാവുക, അത് റസൂലുള്ളാഹി തങ്ങളുടെ മുഅ്ജിസത്താണ്.
മൊജിത്തൻ. അപ്പോൾ മൊജിദ്ദീൻ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ബിനാ അൻ അല അന്ന കറാമാത്തി ഔലിയായി ഉമ്മത്തി കുല്ലി നബിയിൻ മൗജിസാത്തുല്ലഹു വഹുവൽ ഹഖ്. ഏതൊരു നബിയും ആ നബീൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളുടെ കറാമത്ത്, ആ കറാമത്ത് എന്താണ്? ആ നബിൻ്റെ മോചിത്താണ് എന്നാണ്. അപ്പോൾ അവസാനത്തെ നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട നമ്മൾ, ആ അമലിൽപ്പെട്ട ആർക്കെങ്കിലും ഏതെങ്കിലും സ്വാലിഹായ ഒരു വലിയ കറാമത്ത് ഉണ്ടായാൽ അത് ആ വലിയ കറാമത്താണ്. അതോടൊപ്പം തന്നെ അത് ആ നബിൻ്റെ മോചിത്വം കൂടിയാണ്. വഹുവൽ ഹഖ് എന്നാണ് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അസ്നൽ മത്വാലിബിൽ പറഞ്ഞത്. ഇവർ അശ്അരി പണ്ഡിതനാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെയും അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാർ കറാമത്ത് മുറിഞ്ഞിട്ടില്ല. മുറിഞ്ഞി എന്ന് പറയുന്നത് വാദം ശരിയല്ല. അത് ഈ നസീർ മൗലവിക്ക് പഴച്ചു പോയതാണ്. ഇദ്ദേഹത്തിൻ്റെ വിരണ്ട വാദങ്ങളിലെ ഒരു വാദമാണ്. കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ അശ്അരി പണ്ഡിതമൽപ്പെട്ട ഒരാളും പറഞ്ഞിട്ടില്ല അമ്പിയാക്കന്മാരെ മൗജിദത്വം ഔലിയാക്കന്മാരെ കറാമത്തും അവരുടെ വഫാത്തോടുകൂടെ മുറിഞ്ഞു, വഫാത്തിനെ ശനി ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഇത് അർത്ഥശൂന്യമായ വാക്കാണ്. ഇസ്ലാമിനെ കുറിച്ച് ഒരു ബന്ധം പഠിക്കാത്ത, ഒന്നും പഠിക്കാത്ത ആളുകളിൽ നിന്നുണ്ടാകുന്ന വാദമാണ് അല്ലേ? അല്ലെങ്കിൽ പുത്തനാശയക്കാരുടെ വാശയമാണ് ഇതൊക്കെ. നോക്കൂ നിങ്ങൾ, ഇനി ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു അവിടുത്തെ നിഹായത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഗ്രന്ഥം ഞാൻ പറയുകയാണ്. ആ ഗ്രന്ഥത്തിലെ വിശദീകരണം എഴുതിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അലി ഷിബ്ര മല്ലസി വിശദീകരിക്കുന്നുണ്ട്. ഒരു ചോദ്യം പറയുകയാണ്. എന്താണ് ചോദ്യം? അദ്ദേഹം പറയാണ്, വഖാസു അൽ ഫി ദർസിലെ ഒരു ചോദ്യം സംഭവിച്ചു. അമ്മ ലൗ ഖറൽ മയ്യിത്തു ആയത്ത സജദത്തിൻ, ഒരു മയ്യിത്ത്, ആ മയ്യിത്ത് മരിച്ചതിന് ശേഷം ഒരു തിലാവത്തിൻ്റെ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ സുജൂദ് ചെയ്യണോ? കേൾക്കുന്നത് സുജൂദ് ചെയ്യണോ? കാരണം മരിച്ചുപോയി മയ്യിത്താണ്. ആ മയ്യിത്താണ് ഖിറാഅത്ത് തിലാവത്തിൻ്റെ സുജൂദ് ഓതിയതെങ്കിൽ അത് സുജൂദ് ചെയ്യണോ? അല്ല, സുജൂദ് ചെയ്യണ്ടേ എന്നൊരു ചോദ്യം ഉസ്താദിന് ദർസിൽ സംഭവിച്ചു. വയുംകിൽ ജവാബ് അൻഹു ബിഅന്നല്ലാഹിറ അല്ലവലു, അതേ സുജൂദ് ചെയ്യണം. ഒരു മയ്യിത്ത് സ്വാലിഹായ ഒരാൾ അല്ലെങ്കിൽ ഔലിയാക്കന്മാർപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മരിച്ചതിന് ശേഷം ആ വലിയ ഒരു ആയത്തോതി കഴിഞ്ഞാൽ വലിയാവണമെന്നില്ല. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആയത്തോതണമെങ്കിൽ വലിയാവുകയുള്ളൂ, വലിയാവണമെന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഓതി കഴിഞ്ഞാൽ പറ്റോ ഇല്ലേ, സുജൂദ് ചെയ്യണോ വേണ്ട എന്ന വിഷയത്തിൽ സുജൂദ് ചെയ്യണം. എന്താണ് കാരണം? ഇല്ലന്ന കറാമത്തുൽ ഔലിയായി ലം തൻഖതി ബിമൗതിഹിം, ഔലിയാക്കന്മാരുടെ കറാമത്ത് ലം തൻഖതി ബിമൗതിഹിം, അവരുടെ മരണത്തോടുകൂടെ മുറിഞ്ഞിട്ടില്ല. ഈ നോക്കാൻ ഇത് നിഹായ, ഇത് വ്യാഖ്യാനമായ അലി ഷിബ്ര മല്ലസി എഴുതിയതാണ്. അതുകൊണ്ട് ഫലാ മാനി അൻ യഖറഅൽ മയ്യിത്തു ഖിറാഅത്തൻ താമത്തൻ ഹസനത്തൻ, ഒരു മയ്യിത്ത് ആ മയ്യിത്ത് ഖിറാഅത്ത് തിലാവത്തിൻ്റെ ആയത്ത് ഓതി കഴിഞ്ഞ് സുജൂദ് ചെയ്യാൻ സുന്നത്താണ്. കേട്ടാക്ക് എന്ത് ചെയ്യണം? കാരണം ഔലിയാക്കന്മാരെ കറാമത്ത് അവരുടെ വഫാത്തോടുകൂടെ മുറിയുന്നില്ല, മരണത്തോടുകൂടെ മുറിയുന്നില്ല. ഇത് എഴുതി വെക്കുന്ന ആരാണ്? ബഹുമാനപ്പെട്ട നിഹായ, റംലി ഇമാമിൻ്റെ നിഹായ, ആ നിഹായയുടെ വ്യാഖ്യാനമായ അലി ഷിബ്ര മല്ലസിയാണ്. അപ്പോൾ എങ്ങനെ മുറിയും? അശ്അരി പണ്ഡിതനാണ്. ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ല, ഈ നസീർ മൗലവി പറഞ്ഞത് ശരിയല്ല. ഇനി നോക്കുന്ന അശ്അരി പണ്ഡിതന്മാർ ആരും തന്നെ എതിർത്തിട്ടില്ല. കഴിഞ്ഞിട്ടില്ല, വിശദീകരിക്കട്ടെ, ഇനിയുണ്ട്. ഇതേ ആശയം തന്നെ ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമായ ഹാഷിയത്തുൽ ജമൽ അശ്അരി പണ്ഡിതനാണ്. ഹിജ്റ 1204 വഫാത്തായ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ ഹാഷിയത്തുൽ ജമലിലും ഈ ആശയം പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഔലിയാക്കന്മാർ അവരുടെ കറാമത്ത് ലം തൻഖതി മുറിഞ്ഞിട്ടില്ല എന്ന് കേൾക്കണോ? ഇനിയും കേൾക്കണോ? അശ്അരി പണ്ഡിതന്മാരായ ഇനിയും ഇമാമികൾ വേറെ എഴുതിയിട്ടുണ്ട്. ഹാഷിയത്തുൽ ബുജൈരിമി, ആ ബുജൈരിമി അശ്അരി പണ്ഡിതനാണ്. അവരും പറഞ്ഞു ഇതേ സംഭവം. ഔലിയാക്കന്മാരുടെ കറാമത്ത് ലാ തൻഖതിഉ, അത് മുറിയുകയില്ല. ബിമൗതിഹിം, മരണത്തോടുകൂടെ മുറിയുന്ന പ്രതിഭാസമല്ല. അപ്പോൾ ഔലിയാക്കന്മാർ അവരുടെ ഭൗതിക ശരീരം ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയി എന്നതുകൊണ്ടും അവരുടെ കറാമത്ത് മുറിയുകയില്ല എന്നാണ് പറയുന്നത്. ഇനി എത്ര ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അശ്അരി പണ്ഡിതന്മാർ കറാമത്ത് നിഷേധിക്കുന്നു. വഫാത്തിന് ശേഷം ഔലിയാക്കന്മാർ വഫാത്തിന് ശേഷം കറാമത്ത് ഉണ്ടാവുകയില്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ വാദം അത് അർത്ഥശൂന്യമാണ്, അത് തനിച്ച് വിഡ്ഢിത്തമാണ്. മാത്രവുമല്ല അശ്അരി പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസൂലുദ്ദീൻ, അബുൽ ഖാസിം അൽ ഖുശൈരി റളിയല്ലാഹു അൻഹുവിൻ്റെ റിസാലത്ത് ഖുശൈരിയ മറുപടി വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്.
ഇനി നോക്കൂ നിങ്ങൾ, ഇദ്ദേഹം പറയുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസൂലുദ്ദീൻ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. അത് വിശദീകരണം പറയാം ഇൻഷാ അല്ലാഹ്. അബ്ദുൽ ഖാഹിർ ബഗ്ദാദിയുടെ ഉസൂലുദ്ദീൻ, അബുൽ ഖാസിം അൽ ഖുശൈരിയുടെ റിസാൽ അൽ ഖുശൈരിയ, അതിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മരണത്തോടുകൂടി മുറിഞ്ഞു പോകുന്ന ഭൗതിക ജീവിതത്തിൽ മാത്രം നിലനിൽക്കുന്ന ഖർഖുൻ ലിൽ ആദ അഥവാ പതിവിന് വിപരീതമായിട്ടുള്ള പ്രതിഭാസമാകുന്നു കറാമത്ത്. എന്ത് പറഞ്ഞു? ബഹുമാനപ്പെട്ട ഉസൂലുദ്ദീൻ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ റളിയല്ലാഹു അൻഹു ഉസൂലുദ്ദീനിലും അതുപോലെ തന്നെ റിസാലത്തുൽ ഖുശൈരിയിൽ ഇമാം അബുൽ ഖാസിം ഖുശൈരി റളിയല്ലാഹു അൻഹുവും ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്ത് വിഡ്ഢിത്തമാണ് ഇയാൾ പറയുന്നത്? ആ കിതാബ് ശരിക്കും പരിശോധിച്ചിട്ടില്ല, ആ കിതാബിൻ്റെ വ്യാഖ്യാനങ്ങൾ നോക്കിയിട്ടില്ല. നോക്കാതെയാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസൂലുദ്ദീൻ പറഞ്ഞത്? ഒന്ന് നോക്ക്, നമുക്ക് കിതാബ് നോക്കാം, സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. അത് നോക്കൂ നിങ്ങൾ. ഇതാ അതെ, വ ഹഖീഖത്തുൽ മുഅ്ജിസത്തി അലാ ത്വരീഖിൽ മുതകല്ലിമീന ളുഹൂറു അംറിൻ ഖിലാഫൽ ആദത്തി ഫി ദാരി തക്ലീഫി എന്ന് ഇദ്ദേഹം അർത്ഥം വെച്ച് വെച്ചതാണ്. മുഅ്ജിസത്തിനെ പറ്റി പറയുകയാണ്. അലാ ത്വരീഖിൽ വ ഹഖീഖത്തുൽ മുഅ്ജിസത്തി അലാ ത്വരീഖിൽ മുതകല്ലിമീന ളുഹൂറു അംറിൻ, ഒരു കാര്യം ഉണ്ടാവലാണ് ഖിലാഫൽ ആദത്തി, പതിവ് നടക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതമായിട്ട്, അസാധാരണമായിട്ട്, അമാനുഷികമായിട്ട് ചില സംഗതികൾ വെളിവാകലാണ്. ഫി ദാരി തക്ലീഫ്, തക്ലീഫിൻ്റെ ദാർ ഇദ്ദേഹം അവിടെയാണ് പേച്ചത്. ഇദ്ദേഹം അർത്ഥം പേച്ചത് പറ്റിയ ഫി ദാരി തക്ലീഫ് എന്നാണ്. ഇതിന് ശേഷം ഇദ്ദേഹം ഒരു വീഡിയോ പറയുന്നുണ്ട് ഫി ദാരി തക്ലീഫ് എന്ന്. വേറെ വീഡിയോ പറയുന്നുണ്ട് ദാരി തക്ലീഫ് എന്ന്. തെക്ലീഫിൻ്റെ ദാർ എന്ന് പറയുന്നത് എന്താണ് മൗലവി? അതുപോലെ അറിയില്ല. തെക്ലീഫിൻ്റെ ദാർ എന്ന് പറഞ്ഞാൽ, ദാറു തക്ലീഫ് പറഞ്ഞാൽ അത് ഈ മയ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ മഹാന്മാരുടെ ഹയാത്ത് കാലത്ത് എന്നല്ല. ദാറു തക്ലീഫ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ദുനിയാവിൽ എന്നാണ്, ആഖിറത്തിലല്ല എന്ന്. നോക്കൂ നിങ്ങൾ, ഇതേ ആശയം ഇയാൾ പറയുന്നത് അബുൽ ഖാസിം ഖുശൈരി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ റിസാലയിലുണ്ട് എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. റിസാലത്തുൽ ഖുശൈരിയിൽ നോക്കി നിങ്ങൾ, ഞാൻ കാണിച്ചു തരാം. ഇദ്ദേഹത്തിൻ്റെ വിരണ്ടമായ വാദം, ഇദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണ് നമ്മൾ നോക്കേണ്ടത്. പറയുന്നു റിസാലത്തുൽ ഖുശൈരിയിൽ, റിസാലത്തുൽ ഖുശൈരി അറിയാം, വലാ ബുദ്ദൻ തകൂനുൽ കറാമത്തു ഫിഅലൻ നാഖിലൻ ലിൽ ആദ ഫി അയ്യാമിത് തക്ലീഫ്. അയ്യാമു തക്ലീഫ് എന്ന് പറഞ്ഞാൽ അത് ഇയാൾക്ക് വെച്ചത്. കാരണം കറാമത്ത് എന്നുള്ളത് അതൊരു അമാനുഷികമായ അസാധാരണ സംഭവമാണ്. ലിൽ ആദത്തി, പതിവിന് വിപരീതമായിട്ടുണ്ടാകുന്ന സംഭവമാണ്. ഫി അയ്യാമു തക്ലീഫ്, അയ്യാമു തക്ലീഫ് എന്നുള്ളത് ഇതാണ് ഇദ്ദേഹത്തിന് വെച്ചത്. അയ്യാമു തക്ലീഫ് ഇമാം ഖുശൈരി ഇമാമിൻ്റെ ആ റിസാലത്തുൽ ഖുശൈരിയിൽ പറഞ്ഞ വിഷയം അതിന് വിശദീകരിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട അസ്നുൽ മുത്തലിബിൻ്റെ മുസന്നിഫായ സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഇമാം ഖുശൈരി ഇമാമിൻ്റെ റിസാലത്തുൽ ഖുശൈരിക്ക് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. ആ ശറഹിൽ മഹാൻ അവർ പറയുകയാണ് അതിൻ്റെ അർത്ഥം ഫി അയ്യാമു തക്ലീഫ് എന്ന് പറഞ്ഞാൽ ലാ ഫി അയ്യാമിൽ ആഖിറത്തി, ആഖിറത്തിലല്ല. ലന്നഹാ ലൈസത് ദാറു തക്ലീഫ്, ആഖിറ എന്നുള്ളത് ദാറു തക്ലീഫ് അല്ല, തെക്ലീഫിൻ്റെ നാടല്ല. അവിടെ തെക്ലീഫില്ല. സ്വർഗത്തിലും ആഖിറത്തിൽ കഴിഞ്ഞ് പിന്നെ അവിടെ തെക്ലീഫില്ല. നിസ്കരിക്കാനോ നോമ്പെടുക്കാനോ ഹജ്ജ് ചെയ്യാനോ ഒരു തെക്ലീഫും ഇല്ല. അവിടെ നമുക്ക് ഇഷ്ടമാര് ജീവിക്കാം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ദുനിയാവാണിത്, ഈ ദുനിയാവിലെ തെക്ലീഫ്. അപ്പോൾ ഈ തെക്ലീഫിൻ്റെ കാലത്തിൽ ഉണ്ടാകുന്ന സംഗതിനെ കറാമത്ത് ആഖിറത്തിൽ ഉണ്ടാവുന്നതല്ല, ആഖിറത്തിൽ ഉണ്ടാവില്ല. ഇവിടെ ദുനിയാവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇയാൾ മനസ്സിലാക്കിയ ദാറു തക്ലീഫ് എന്ന് പറഞ്ഞാൽ ഈ മയ്യത്തിൻ്റെ ഈ മഹാൻ്റെ ഔലിയാക്കന്മാരുടെ അല്ലെങ്കിൽ അമ്പിയാക്കന്മാരുടെ ഹയാത്ത് കാലത്ത് മാത്രമാണ് ഇയാൾ മനസ്സിലാക്കി. അതാണ് ഇദ്ദേഹത്തെ വെച്ചത്. മാത്രമല്ല ഇത് ഇനിയുണ്ട്, വേറെയുണ്ട്. ഇദ്ദേഹം പറയും, ഇമാം ബുസ്താൻ ആരിഫിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ബുസ്താൻ ആരിഫ് പറഞ്ഞ് ഇതല്ല, അത് ഇദ്ദേഹം ദാറു തക്ലീഫ് എന്നാണ്. ബുസ്താൻ ആരിഫ് കയ്യിലുണ്ട്. ബുസ്താൻ ആരിഫിലും പറഞ്ഞിട്ടുണ്ട് വഖാൽ ഖുശൈരിയു വഹാദല്ലദി ഖാലഹു ഹുവല്ലദി നഅതമിദുഹു വനദീനു ബിഹി ഫശറായിത്തുൽ മുഅ്ജിസതി കുല്ലിഹാ ഔ അക്സറുഹാ തൂജദു ഫിൽ കറാമത്തി ഇല്ലാ ഹാദാ ശർത്തുൽ വാഹിദ ഫൽ കറാമത്തു ഫിഇലുൻ ലാ മഹാലത വഹു നാഖിദുൻ ലിൽ ആദത്തി വതഹസുലു ഫി സമനി തക്ലീഫി. തെക്ലീഫിൻ്റെ കാലഘട്ടത്തിലാണ് ഉണ്ടാവുക. അത് ഇദ്ദേഹത്തിന് വെച്ചുപോയി. തെക്ലീഫിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതല്ല. ഇമാം ഖുശൈരി ഇമാമിൻ്റെ റിസാലത്ത് ഖുശൈരിക്ക് വ്യാഖ്യാനം എഴുതിയ സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ദാറു തക്ലീഫ്, സമന തക്ലീഫ് എന്ന് പറഞ്ഞാൽ ഇയാൾ മനസ്സിലാക്കിയ എന്താണ്? അത് അയാൾ വഫാത്തിൻ്റെ സമയത്ത് അതിൽ മരണത്തോടുകൂടെ ഉണ്ടാവുള്ളൂ. എന്നാൽ മൗലി പ്രശ്നം അവിടെ എന്നാലും പ്രശ്നമല്ല, അവിടെ ഒരുപാട് പ്രശ്നം പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും പറഞ്ഞു തഹസുൽ ഫി സമന തക്ലീഫ്, തക്ലീഫിൻ്റെ സമയത്ത് എന്നാണ്.
അപ്പം എൻ്റെ അർത്ഥമാണ് മൗലവി ഞാൻ പറഞ്ഞത്, ഇമാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, തക്ലീഫിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ദുനിയാവ് എന്നാണ്, ആഖിറത്ത് നിന്നെല്ലാം. അതാണ് എൻ്റെ അർത്ഥം. അധികം ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അർത്ഥം ശരിയാവില്ല. ഇദ്ദേഹം പേച്ചു പോയതാണ്. അല്ലെങ്കിൽ ഇവിടെ പറയേണ്ടതല്ലേ വഫാത്തിന് ശേഷം ഉണ്ടാവില്ല എന്നുള്ളത്? അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല, ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇമാമിങ്ങളുടെ കിതാബ് മനസ്സിലാക്കുന്നിടത്ത് പേച്ചുപോയി. ഇമാമിങ്ങളുടെ കിതാബ് മനസ്സിലാക്കാൻ മൗലവിമാർക്ക് പറ്റിയില്ല, അതിന് അള്ളാഹ് തൗഫീഖ് കൊടുത്തില്ല. അതാണ് ഉണ്ടായത്. അപ്പോൾ കറാമത്ത് എന്നുള്ളത് മഹാന്മാരുടെ വഫാത്തിന് ശേഷം ഉണ്ടാവും, കഴിഞ്ഞിട്ടില്ല. ഇനിയും കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഇനിയുണ്ട്, ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനി ബഹുമാനപ്പെട്ട റംലി ഇമാം, ആ റംലി ഇമാമിൻ്റെ കിതാബ് ഫത്താവ റംലി, ആ റംലിയിൽ കാണാൻ കഴിയും. റംലി ഇമാമിൻ്റെ ഫത്താവ, ആ ഫത്താവിൽ കാണാൻ കഴിയും ബിഅനൽ ഇസ്തിഗാസത ബിൽ അംബിയാഇ വൽ മുർസലീന വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സാലിഹീന ജായിസത്തുൻ വലിർ-റുസുലി വൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീന ഇഗാസത്തുൻ ബഅദ മൗതിഹിം. മരണപ്പെട്ട അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, അവർ വഫാത്തിന് ശേഷം അവർ സഹായിക്കാൻ പറ്റും. എന്താ കാരണം? ലഅന്ന മുഅ്ജിസത്തുൽ അംബിയാഇ കറാമാത്തുൽ ഔലിയാഇ ലഅന്ന മുഅ്ജിസത്തുൽ അംബിയാഇ വ കറാമാത്തുൽ ഔലിയാഇ ലാ തൻഖതിഉ ബിമൗതിഹിം. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, അവർ കറാമത്ത്, മുഅ്ജിസത്ത്, ഇതൊന്നും മരണത്തോടുകൂടെ ലാ തൻഖതിഉ മുറിയുകയില്ല എന്ന് ഫത്താവ റംലിയിലുണ്ട്. അവിടെയും പറഞ്ഞു അമ്പിയാക്കന്മാരെ കറാമത്ത്, അമ്പിയാക്കന്മാരെ മുഅ്ജിസത്ത്, ഔലിയാക്കന്മാരെ കറാമത്ത് അത് മുറിയുകയില്ല എന്ന് ഫത്താവ റംലിയിൽ അടക്കണ്ടേ. അപ്പോൾ അശ്അരി ഇമാമിങ്ങൾ പറഞ്ഞു എന്ത്? അശ്അരി മദ്ഹബ് പ്രകാരം അശ്അരി ഇമാമിൽപ്പെട്ട ഒരാളും ഇദ്ദേഹത്തിൻ്റെ വാദം ശരിയല്ല. ഔലിയാക്കന്മാരുടെ കറാമത്ത്, അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്ത് അത് മുറിയുകയില്ല. അശ്അരി ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്, അശ്അരി മദ്ഹബിൽപ്പെട്ട ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന് അറിയില്ല എന്താണെന്നുള്ളത്. അദ്ദേഹം അർത്ഥം വെച്ചത് പേച്ചുപോയി, അല്ലെങ്കിൽ കിതാബ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. ഇനിയും വിരണ്ടമായ ഒരുപാട് അർത്ഥശൂന്യമായ ഒരു അടിസ്ഥാനമായ ബാലിശമായ വാദങ്ങൾ ഇദ്ദേഹം പറയുന്നത് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഫതാവ റംലിയിൽ ലാ തൻഖതിഉ ബഅദ മൗതിഹിം എന്നൊരു ഉദ്ധരണി, അതാണ് ഇവരുടെ തെളിവ്. എന്നാൽ അതേ ഫതാവ റംലിയിൽ തന്നെ കുറച്ച് പേജ് അപ്പുറത്തേക്ക് പോയാൽ എല്ലാ അമ്പിയാക്കന്മാരുടെയും മുഅ്ജിസത്ത് മുറിഞ്ഞു പോയിട്ടുണ്ട്. ഒരൊറ്റ മുഅ്ജിസത്ത് മാത്രമേ ഇന്നും നിലനിൽക്കുന്നതുള്ളൂ. അതും പുതിയതായിട്ട് ഉണ്ടാകുന്നല്ല പറയുന്നത്, ഇന്നും നിലനിൽക്കുന്നത്. അതേതാണ്? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആനാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ നേരത്തെ ഉള്ള മുഅ്ജിസത്താ, പുതിയതുണ്ടായതല്ല. അത് നിലനിൽക്കുന്നു, കണ്ടിന്യൂഷൻ ഉണ്ട്. എന്നാൽ വേറെ ഒരു മുഅ്ജിസത്തും പുതിയത് ഉണ്ടാകുന്നേ ഇല്ല എന്ന് ഈ പറഞ്ഞ ഫത്താവ റംലി തന്നെ ഉണ്ട്. കേട്ടോ നിങ്ങൾ? ഈ പറഞ്ഞ ഫത്താവ റംലിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അമ്പിയാക്കന്മാരെ മുഅ്ജിസത്ത്, കറാമത്ത് അത് മരണശേഷം മുറിയും എന്ന് ഈ ഫത്താവ റംലിയിലുണ്ട്. ഇദ്ദേഹം പറയാ ലാ തൻഖതിഉ കറാമാത്തുൽ ഔലിയാഇ എന്ന് പറഞ്ഞിട്ട് അടയില്ല. നമ്മൾ പറയില്ലേ ലഅന്ന അമ്പിയാക്കന്മാരുടെ കറാമത്ത് അത് മുറിയുകയില്ല. അതെ, നമ്മൾ പറയില്ലേ ലാ തൻഖതിഉ, അവിടെയും പറയാം. റംലി ഇമാമിൻ്റെ ഫത്താവ റംലിയിലുള്ള എന്താണ്? ലഅന്ന കറാമാത്തുൽ ഔലിയാഇ, ഔലിയാക്കന്മാരുടെ കറാമത്ത് ലാ തൻഖതിഉ അത് മുറിയുന്നതല്ല. ലഅന്ന മുഅ്ജിസത്തുൽ അംബിയാഇ വ കറാമാത്തുൽ ഔലിയാഇ ലാ തൻഖതിഉ ബിമൗതിഹിം, മരണത്തോടെ മുറിയുകയില്ല. അമ്പിയാക്കന്മാർ മുഅ്ജിസത്ത്, ഔലിയാക്കന്മാരുടെ കറാമത്ത് മരണശേഷം മുറിയുകയില്ല എന്നിട്ട് ഇദ്ദേഹം പറയാണ്. ഇതേ റംലി ഇമാമിൻ്റെ ഫത്താവിൽ കുറച്ച് അപ്പുറത്തുണ്ട് എന്ത്? ഖുർആൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതന്നെ അർത്ഥശൂന്യല്ലേ? ഒന്ന് ചിന്തിച്ചോക്കി. ഇതേ ഖുർആൻ ഫത്താവുൽ കുബറിൻ്റെ അപ്പുറത്തുണ്ട്. തെറ്റാണ്. ഇയാൾ ഇതാവും പഠിച്ചിട്ടില്ല, റംലി ഇമാമിൻ്റെ ഫത്താവ കണ്ടിട്ടില്ല. ആ മസ്അല, ഈ റംലി ഇമാം ഇപ്പം പറഞ്ഞ മസ്അലിനെ കുറേ അപ്പുറത്തല്ലുള്ളത്, ഇതിന് മുന്നേനുള്ളത്. ആ മസ്അല എന്താ അതും അറിയില്ല. ഇയാൾ പറഞ്ഞ അതും തെറ്റാണ്. അപ്പോൾ ഇയാൾ ഫത്താവ റംലി കണ്ടിട്ടില്ല. ഇയാൾ എന്തൊക്കെ വിളിച്ച് പറയുകയാണ്. റംലി ഇമാമിൻ്റെ ഫത്താവ, ഈ ഫത്താവയിൽ ലഅന്ന മുഅ്ജിസത്തുൽ അംബിയാ ഇവ കറാമത്തുൽ ഔലിയാഇ ലാ തൻഖതിഉ എന്ന മസ്അല കഴിഞ്ഞിട്ട് അപ്പുറത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പുറത്തുമില്ല ഉള്ളത്, ഇത് കുറച്ച് മുന്നേ പറയുന്നുണ്ട്. 300-ാം പേജിൽ പറയുന്നുണ്ട് അമ്പിയാക്കന്മാരുടെ കറാമത്തൊക്കെ മുഅ്ജിസത്തൊക്കെ മുറിഞ്ഞു പോയി. അതായത് മുൻ കഴിഞ്ഞു പോയ ഇത് ചോദ്യം 300-ാം പേജിൽ കാണാൻ കഴിയും. ഫത്താവ റംലി നമ്മൾ കണ്ടിട്ട് തന്നെ പറയുന്നത് ഇതൊന്നും ഇല്ലായിരുന്നു. ഇവരൊക്കെ ഈ വഹാബി ആശയക്കാർ ഇതൊക്കെ പറയുന്നത് എന്താ? തീർത്തും അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് പറയുക. അസാധാരണക്കാരെ ആളുകളെ അവരെ വഞ്ചിക്കുവാനും സാധാരണക്കാരെ ആളുകളെ ഈമാൻ നശിപ്പിക്കുവാനും വേണ്ടി കച്ചകെട്ടിറങ്ങിയ ആളുകളാണ് വഹാബികൾ. റംലി ഇമാമിൻ്റെ ഫത്താവ, ആ ഫത്താവിൻ്റെ കുറച്ച് അപ്പുറത്തെന്ന് പറഞ്ഞാൽ അല്ല, ഈ പറഞ്ഞ നേരം മസാല കുറേ മുന്നാണ്. അവിടെ കാണാൻ കഴിയും അവിടെ കാണാൻ കഴിയും വ മുഅ്ജിസത്തു കുല്ലു നബിൻ ഇൻഖറദത് ബിൻഖറാദിഹി.
ഔ ദഖലഹ തഗീറു വ തബ്ദീലു കത്തൗറാത്ത് വൽ ഇൻജീലി എന്ന് ഇതാണ് പറഞ്ഞത്. മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർ മോചിത്തൊക്കെ അവസാനിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം നബിക്കും ഈസാ നബിക്കൊക്കെ ഉണ്ടായിരുന്ന മോചിത് അതൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. ഖുർആൻ മാത്രമേ ബാക്കിയാവുന്നുള്ളൂ മനസ്സിലാക്കി പേച്ചു പോയതാണ്. അതായത് അന്നുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ മോചിത്ത് ഖുർആൻ, ആ ഖുർആൻ്റെ ഈജാസ് അത് അന്ന് മുതൽ ഇന്ന് വരെ മുറിയാതെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ മോചിത്ത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ്. ഇതെന്നല്ലാതെ വേറെ മോചിത്ത് ഉണ്ടാവില്ല എന്നല്ല. നേരത്തെ ഫത്താവ ഇബ്നു സലാഹ് പറഞ്ഞില്ലേ, എത്തജദ്ദദു ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, ലം തസൽ തതജദ്ദദു, ആ പുതിയ മോചിത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഫത്താവ ഇബ്നു സലാഹിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിന് അറിയില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, അൽ മിനഉൽ മക്കിയ എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവരും പറയുന്നുണ്ട്, ഓരോ ആളുകളും സ്വാലിഹീങ്ങളെ ആളുകൾ, നല്ലവരായ ആളുകൾ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖേന തവസ്സുലാക്കുന്നു, തവസ്സുലാക്കിയിട്ട് അവർ കാര്യങ്ങൾ സാധിക്കുന്നു, മുറാദ് ഹാസിലാകുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്തിന് ഉദാഹരണമാണ്. ആ മോചിത് ഉണ്ടാകുന്നല്ലോ പറഞ്ഞു. അപ്പോൾ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല അമ്പിയാക്കന്മാരുടെ മോചിത്ത്, ഔലിയാക്കന്മാരുടെ കറാമത്ത് അത് അവർ വഫാത്തിന് ശേഷം മുറിയും എന്നുള്ളത് ഒരാളും പറഞ്ഞിട്ടില്ല, ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ബുസ്താൻ ആരിഫിലുണ്ടെന്ന് പറഞ്ഞു, ഇല്ല, അവിടെ അർത്ഥം വെച്ച് വേച്ചു പോയതാണ്. ഇങ്ങനെ എത്ര ഇമാമിങ്ങളുണ്ട്. അഥവാ ഭൗതിക ജീവിതകാല സമയത്താണ് കറാമത്തും മോചിസത്തും ഉണ്ടാവും. ആലമുത്തക്ലീഫ്, ഈ ആലമുത്തക്ലീഫിൻ്റെ അർത്ഥം ഇയാൾ മനസ്സിലാക്കിയത് പഴച്ചു. ഇത് തെറ്റാണ്, അതാണ് പേച്ചത്. എത്ര ഇമാമിയുടെ കിതാബ് വെച്ചു. അല്ലെങ്കിൽ ആലമു തക്ലീഫ് എന്ന് പറഞ്ഞാൽ അത് ദുനിയാവെന്ന് മാത്രം, വഫാത്തോന് ശേഷം ഉണ്ടാവില്ല, വഫാത്തോടുകൂടെ മുറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അല്ലല്ലോ, കാരണം അമ്പിയാക്കന്മാർ ഖബറിൽ ഇപ്പോഴും ഹയാത്തുള്ളവരാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തെറ്റാണ്. അമ്പിയാക്കന്മാർ അവരുടെ മോചിതത്തുകളും ഔലിയാക്കന്മാർ അവരുടെ കറാമത്തും വഫാത്തിൻ്റെ ശേഷം മുറിയുകയില്ല, വഫാത്തിന് ശേഷം ഉണ്ടാകും. അശ്അരി പണ്ഡിതന്മാരുടെ കിതാബ് ഇവിടെ നമ്മൾ തെളിവായി ഉദ്ധരിച്ചു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസൂലുദ്ദീനിൽ കിതാബ് പറഞ്ഞ ദാറു തക്ലീഫ് എന്നതിൻ്റെ മാന, അതിൻ്റെ അർത്ഥം മൗലവി പേച്ചു പോയതാണ്. അത് പറഞ്ഞു. ബുസ്താൻ ആരിഫിൽ ബഹുമാനപ്പെട്ട നഈം അത് അംഗീകരിച്ചു എന്ന് പറയുന്നുണ്ട്, അത് തെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഖുശൈരി ഇമാമിൻ്റെ റിസാലത്ത് ഖുശൈരിൽ പറഞ്ഞ സമന തക്ലീഫ് ദാറു തക്ലീഫ്, അതിൻ്റെ വിശദീകരണം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ കൊടുത്തില്ലേ, ശരഹ് പറഞ്ഞില്ലേ. ദാറു തക്ലീഫ് പറഞ്ഞാൽ അതെന്താ, ദുനിയാവെന്ന് ഉദ്ദേശിക്കുന്നത്, ലേസത്ത് ദാർ ആഖിറത്തിൻ്റെ ദാറല്ല, അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ദാറു തക്ലീഫ് എന്ന് പറഞ്ഞാലും സമന തക്ലീഫ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥമൊക്കെ എന്താണ്, ദുനിയാവ് എന്നാണ്, എന്നല്ലാണ്ട് അയാൾ വഫാത്തോടുകൂടെ മുറിഞ്ഞു എന്നല്ല. അങ്ങനെ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഒരാൾക്കുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, എത്ര കറാമത്തുകൾ വഫാത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാദം ശരിയല്ല, ഇത് പിഴച്ച വാദമാണ്, അതൊട്ടും ശരിയല്ല. പുത്തനാശയക്കാർ പേര് നടക്കുന്ന ആശയമാണ്. എന്തിനാണെന്ന് പറയുന്നത്, നമ്മളൊക്കെ സ്വാലിഹീങ്ങൾ ആളുകളെ, നമ്മളൊക്കെ ഒരുപാട് മഹാന്മാരെയും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരെയും നമ്മൾ തവസ്സുലാക്കാറുണ്ട്, ഇസ്തിഗാസ ചെയ്യാറുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നമ്മൾ സഹായം ചോദിക്കാറുണ്ട്. മമ്പുറം താങ്കളെടുത്തും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിലും അതുപോലെ തന്നെ നമ്മുടെ മുഹ്യിദ്ദീൻ ഷെയ്ഖ് ജീലാനി തങ്ങൾ അരികിലും അങ്ങനെയുള്ള മൺ പറഞ്ഞു പോയ മഹാന്മാർ അരികിലൊക്കെ പോയിക്കൊണ്ട് നമ്മൾ സഹായം തേടാറുണ്ട്, ഇസ്തിഗാസ ചെയ്യാറുണ്ട്. ഇത് ശിർക്കല്ല, അതിന് തെളിവ് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അത് ശിർക്കല്ല, അങ്ങനെ നമ്മൾ സഹായം തേടാറുണ്ട്. അത് നമ്മൾ പറയുന്ന ഒരു കാരണം എന്താ, ഈ മഹാന്മാർ അവർ വഫാത്തോടു കൂടെ അവരെ കറാമത്ത് മുറിയുകയില്ല, മോചിത്ത് മുറിയുകയില്ല, അവരുടെ ഖബറുകളിൽ അവർ ഹയാത്തുള്ളവരാണ്, ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. ഒരുപാട് തെളിവുകൾ ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചോദിച്ചാൽ കിട്ടും. അപ്പോൾ അതിന് ഇവർ കഥ പറ, അമ്പിയാക്കന്മാരെ മോചിതത്വം ഔലിയാക്കന്മാരെ കറാമത്തും വഫാത്തോടുകൂടെ മുറിഞ്ഞു സ്ഥിരപ്പെടണം, എന്നാൽ എന്താക്കാനുള്ളൂ, ഇസ്തിഗാസ ബാത്തിലാക്കാൻ പറ്റുള്ളൂ. അത് ബാത്തിലാക്കാൻ നടക്കൂല. അതിനു വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുകയാണ്. പക്ഷെ അത് അബദ്ധത്തിലായി പെട്ടുപോയി, മൗലവിക്ക് പെട്ടുപോയി. ഈ നസീർ മൗലവിൻ്റെ വാദം ശരിയല്ല. മാത്രമല്ല ഇത് ആശയം വെച്ച് പുലർത്തുന്ന വഹാബികൾ ഒന്നും ശരിയല്ല. എത്ര കിതാബുകളാണ് നമ്മൾ ഉദ്ധരിച്ചത്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.